കടൽമാർഗവും വായുമാർഗവും ഫ്രൈറ്റ് സൊല്യൂഷൻസ് നൽകുന്ന ലോകത്തിലെ പ്രശസ്ത സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ശ്രീമതി ഷൈനി മാത്യു അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ്. ദുബായിൽ വിദ്യാഭ്യാസം നടത്തിവരുന്ന ജോസ്ന, ജോഷ് എന്നിവർ മക്കളും. തിയോഫില ലോജിസ്റ്റിക്സിന്റെ സ്ഥാപകനും സിഇഒയും ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഔസേപ്പച്ചൻ വർഗീസ് തെക്കേടത്താണ് ആൻഡ്രിയയുടെ ബെസ്റ്റ് ബിസിനസ്മാൻ ഇൻ UAE അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന തിയോഫില ലോജിസ്റ്റിക്സിനും അതിന്റെ സാരഥി ശ്രീ ഔസേപ്പച്ചൻ വർഗീസ് തെക്കേടത്തിനും അങ്കമാലി NRI അസോസിയേഷന്റെ അഭിനന്ദനങ്ങൾ. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നാട്ടിലും UAEയിലും ബിസിനസ് രംഗത്ത് തൻ്റെതായ മുദ്ര പതിപ്പിച്ച യുവ വ്യവസായിയാണ് ശ്രീ ഷൈജു ജോർജ്. കൂടാതെ ഓണനിലാവിൻ്റെ മുഖ്യ സ്പോൺസർ കൂടിയായ ശ്രീ ഷൈജു ജോർജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത് ആൻഡ്രിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ശ്രീ സ്റ്റീഫൻ ഡേവിസ്. ശ്രീ ഷൈജു ജോർജ് ഇടശ്ശേരി അങ്കമാലിയിലെ പ്രസിദ്ധമായ ഇടശ്ശേരി കുടുംബത്തിൽ ശ്രീ EP ജോർജിന്റെയും ഏലിയമ്മ ജോർജിന്റെയും മകനായി ജനനം. സ്കൂൾ വിദ്യാഭ്യാസം അങ്കമാലിയിലെ തന്നെ സെന്റ് ജോസഫ് വിദ്യാലയത്തിൽ പൂർത്തിയാക്കിയ ഇദ്ദേഹം കേരളത്തിലെ കോളേജുകളുടെ രാജാവായ മഹാരാജാസിലാണ് ബിരുദ പഠനം നടത്തിയത്. സാധാരണയായി ഏതൊരാളും കൗമാര സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന പ്രായമായ 17-ാം വയസ്സിൽ തന്നെ ശ്രീ ഷൈജു ജോർജ് തന്റെ ബിസിനസ് സംരംഭത്തിന് തുടക്കമിട്ടിരുന്നു. ഊട്ടിയിലെ ഏറ്റവും ബൃഹത്തായ വില്ല പ്രൊജക്ടിന്റെ പിന്നിലെ കരുത്തുറ്റ കരങ്ങൾ ശ്രീ ഷൈജു ജോർജിൻ്റെതായിരുന്നു. ഗുണനിലവാരം ഏതൊരു സംരംഭത്തിന്റെയും വളർച്ച ത്വരിതഗതിയിലാക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുതന്നെയാണ് ശ്രീ ഷൈജുവിന്റെയും സവിശേഷത. 2010 തന്റെ ബിസിനസ് ദുബായിലേക്ക് കൂടി വ്യാപിപ്പിച്ചതോടെ അദ്ദേഹം വിജയത്തിലേക്കുള്ള മറ്റൊരു ചുവട് കൂടി വയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ വിവിധ വിഭാഗങ്ങളിലായി UAEയിൽ 6 സംരംഭങ്ങളാണ് ശ്രീ ഷൈജു ജോർജ് വിജയകരമായി നടത്തിവരുന്നത്. കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ശ്രീമതി ആഷ റോസ് അദ്ദേഹത്തിന്റെ പത്നിയാണ്. ഊട്ടിയിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിവരുന്ന ജോബൽ ജോർജും റോസ്ബെൽ മറിയയും ഈ ദമ്പതികളുടെ മക്കളാണ്. പ്രൈമ ഗ്രൂപ്പിന്റെ ചെയർമാനായ ശ്രീ ഷൈജു ജോർജാണ് ആൻഡ്രിയയുടെ ഈ വർഷത്തെ ബെസ്റ്റ് യങ് ബിസിനസ്മാൻ ഇൻ UAE അവാർഡിന് അർഹനായിട്ടുള്ളത്. യാഗാശ്വത്തെ പോലെ കുതിച്ചുപായാൻ വെമ്പി നിൽക്കുന്ന പ്രൈമ ഗ്രൂപ്പിനും അതിന്റെ തേരാളി ശ്രീ ഷൈജു ജോർജിനും ആൻഡ്രിയയുടെ ആശംസകൾ. ഗൾഫ് മോഡൽ സ്കൂളിന്റെ ചെയർമാനും UAEയിൽ അറിയപ്പെടുന്ന നിയമോപദേഷ്ടാവും കൂടിയായ ശ്രീ നജീദിനെ ഏറ്റവും സ്നേഹത്തോടെ ഓണനിലാവിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് കോർഡിനേറ്റർ ശ്രീ ലൈജു പാറയിൽ. അഡ്വക്കേറ്റ് A. നജീദ് ദുബായിലെ പ്രശസ്തമായ ഗൾഫ് മോഡൽ സ്കൂളിന്റെ ആദരണീയനായ ചെയർമാനും അതിലേറെ UAEയിൽ അറിയപ്പെടുന്ന നിയമ വിദഗ്ധനുമായ അഡ്വക്കേറ്റ് A. നജീദിന്റെ മഹനീയ സാന്നിധ്യം അങ്കമാലി NRI അസോസിയേഷൻ ഓണനിലാവ് 2014 തികച്ചും തിലകക്കുറിയാണ്. ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും PhDയും മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് നജീദ് UAEയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമാണ്. മികച്ച വാഗ്മി കൂടിയായ അഡ്വക്കേറ്റ് A. നജീദ് തന്റെ സ്വതസിദ്ധമായ പ്രവർത്തന ശൈലിയിലൂടെ UAEയിലെ മിക്ക സംഘടനകളെയും ധന്യമാക്കിയിട്ടുണ്ട്. തികഞ്ഞ വിദ്യാഭ്യാസ വിചക്ഷണനും മികച്ച സംഘാടകനും അതിലുപരി വാഗ്മിയുമായ അഡ്വക്കേറ്റ് A. നജീദിന്റെ സാന്നിധ്യത്തിന് അങ്കമാലി NRI അസോസിയേഷൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് അങ്കമാലി NRI അസോസിയേഷൻ അഡ്വക്കേറ്റ് A. നജീദിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീ ജിമ്മി വർഗീസ് പടയാട്ടിൽ ആൻഡ്രിയയ്ക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തി. താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുന്ന ആൻഡ്രിയയുടെ പ്രിയ ട്രഷറർ, ഗജാൻജി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ജിമ്മി വർഗീസിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നത് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കരുത്തുറ്റ ജോയിന്റ് കോർഡിനേറ്റർ ശ്രീ ഡോൺ സെബാസ്റ്റ്യൻ. ആൻഡ്രിയ അബുദാബി ചാപ്റ്ററിന്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായി നയിക്കുന്ന കോർഡിനേറ്ററാണ് ശ്രീ അജി പത്മനാഭൻ.
അദ്ദേഹത്തെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ അജി പത്മനാഭനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത് കൊരട്ടി പഞ്ചായത്ത് കോർഡിനേറ്റർ ശ്രീ ഹാപ്പി സെബാസ്റ്റ്യൻ. ശ്രീ ജസ്റ്റിൻ തോമസ്. ആൻഡ്രിയ 2014 പ്രൈമ ഓണനിലാവിൻ്റെ മുഖ്യ സംഘാടകൻ. അദ്ദേഹത്തിൻ്റെ രാപ്പകൽ കഠിന പ്രയത്ന ഫലമാണ് ഇന്ന് നാം ഇവിടെ ആഘോഷിക്കുന്ന ഈ ഉത്സവം. ആൻഡ്രിയയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജസ്റ്റിൻ തോമസിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത് ആൻഡ്രിയയുടെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ ബാബുരാജ് മേനോൻ. ഈ പൊന്നോണം ആഘോഷിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യ അതിഥി ഹിസ് എക്സലൻസി ശ്രീ TP സീതാറാം സാറിൻ്റെ പ്രിയപത്നി ശ്രീമതി ദീപ സീതാരാമനെയും ആൻഡ്രിയ കുടുംബാംഗങ്ങളെയും മറ്റ് അഭ്യുദയകാംക്ഷികളെയും ഈ തിരുമുറ്റത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശ്വര അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പാം. ആത്മാവിനുള്ളിലറിവാൻ തെളിയുക, നിറയുക, ദിവ്യ പ്രകാശമേ, നാദമായി സ്വരമായി ഗീതമായി തെളിയുക, സത്യസ്വരൂപമാം ജഗദീശ്വരാ, ആദിചൈതന്യ ശക്തി സ്വരൂപമേ, ഈശ്വരാ, ജഗദീശ്വരാ, അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ, ശാന്തി ശാന്തി ശാന്തി. ആൻഡ്രിയയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രൂപേഷ് അനന്തകൃഷ്ണനെ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും സദസ്സിനും സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആൻഡ്രിയ പ്രസിഡന്റ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോസഫ് മൂഞ്ഞേലി, നമ്മുടെ മുഖ്യാതിഥി ഹിസ് എക്സലൻസി മിസ്റ്റർ TP സീതാറാം സാർ, കൂടാതെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ മധു വാര്യർ, ശ്രീ ചെമ്പൻ വിനോദ്, ഷൈൻ പോൾ, അഷ്റഫ് താമരശ്ശേരി, ഔസേപ്പച്ചൻ തെക്കേടത്ത്, ഷൈജു ജോർജ്, നജീദ് ചെയർമാൻ, ജിമ്മി വർഗീസ്, അജി പത്മനാഭൻ, ജസ്റ്റിൻ തോമസ്, സദസ്സിലിരിക്കുന്ന ആൻഡ്രിയ കുടുംബാംഗങ്ങളെ, ആൻഡ്രിയ അഭ്യുദയകാംക്ഷികളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ വൈകിയാണ് നമ്മൾ ഈ യോഗം ആരംഭിച്ചിരിക്കുന്നത്. നിശ്ചയിച്ചിരുന്ന സമയത്തിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആൻഡ്രിയയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോസഫ് കഴിഞ്ഞ 2 മാസമായി രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആൻഡ്രിയയ്ക്ക് വേണ്ടി, ഈ ഓണനിലാവിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ശ്രീ മാർട്ടിൻ ജോസഫ് മൂഞ്ഞേലിയെ ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് ആൻഡ്രിയയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അദ്ദേഹത്തെ ബൊക്കെ നൽകി ആദരിക്കുന്നതിനായി ഗായത്രി രാജീവിനെ ക്ഷണിക്കുന്നു. നമുക്കിന്നിവിടെ മുഖ്യാതിഥിയായി
കിട്ടിയിരിക്കുന്നത് മലയാളിയായ ഇന്ത്യൻ അംബാസിഡർ ശ്രീ സീതാറാം സാറിനെയാണ്. അദ്ദേഹത്തെ ആൻഡ്രിയയുടെ ഓണനിലാവ് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകി ആദരിക്കുന്നതിനായി മുൻ പ്രസിഡന്റ് ശ്രീ സജി ചാക്കോയുടെ പത്നിയും ആൻഡ്രിയ കുടുംബാംഗവുമായ ശ്രീ റോസലി സജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്ന ശ്രീ മധു വാര്യർ, അദ്ദേഹത്തെ ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് ഏവർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ബൊക്കെ നൽകി ആദരിക്കുന്നതിനായി ശ്രീ ദീപ രൂപേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ചെമ്പൻ വിനോദ് ജോസ്, അങ്കമാലിക്കാരുടെ സ്വന്തം വിനോദിനെ ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബൊക്കെ നൽകി ആദരിക്കുന്നതിനായി വേദിയിലേക്ക് ശ്രീ മിസിസ് സന്ദീപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഷൈൻ പോൾ, ആൻഡ്രിയയുടെ അങ്കമാലി മേഖലയിലെ മികച്ച ജേർണലിസ്റ്റിനെ തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും മുന്നിലായി വന്ന ശ്രീ ഷൈൻ പോളിനെ ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഷ്റഫ് താമരശ്ശേരി, പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം, ആൻഡ്രിയയുടെ പ്രഥമ സാമൂഹ്യ സേവകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ അഷ്റഫ് താമരശ്ശേരിയെ ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഔസേപ്പച്ചൻ തെക്കേടത്ത്, UAE മികച്ച ബിസിനസ്മാനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ ഔസേപ്പച്ചൻ തെക്കേടത്തിന് ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷൈജു ജോർജ്, മികച്ച യുവ ബിസിനസ്മാനുള്ള ആൻഡ്രിയയുടെ ഇത്തവണത്തെ പുരസ്കാരം ശ്രീ ഷൈജു ജോർജിനാണ്. അദ്ദേഹത്തിനെയും ആൻഡ്രിയ ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് നജീദ്, അദ്ദേഹം ഈ സ്കൂളിന്റെ ചെയർമാൻ കൂടിയാണ്. കൂടാതെ UAE സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഉയർന്ന വ്യക്തിത്വം, അദ്ദേഹത്തെയും ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡ്രിയയുടെ ട്രഷറർ ശ്രീ ജിമ്മി വർഗീസ്, ആൻഡ്രിയയുടെ ദീർഘനാളത്തെ സേവന പാരമ്പര്യമുള്ള ആൻഡ്രിയയ്ക്ക് വേണ്ടി പരിചയസമ്പന്നനായ ഒരു ട്രഷറാണ് ഇത്തവണ അദ്ദേഹം ജിമ്മി വർഗീസ്. അദ്ദേഹത്തെയും ആൻഡ്രിയയുടെ വേദിയിലേക്ക് ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അജി പത്മനാഭൻ, അബുദാബി ചാപ്റ്ററിന്റെ കരുത്തുറ്റ സാരഥി, ശ്രീ അജി പത്മനാഭനെ ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജസ്റ്റിൻ തോമസ്, ഓണനിലാവ് ഇന്നീ പരിപൂർണതയിൽ എത്തി നിൽക്കുന്നതിൻ്റെ മുഖ്യ എങ്ങനെ പറയണമെന്നറിയില്ല, മുഖ്യ അധികാരി അല്ലെങ്കിൽ കോർഡിനേറ്റർ ശ്രീ ജസ്റ്റിനാണ്. ശ്രീ ജസ്റ്റിൻ തോമസിന്റെ ബുദ്ധിയിൽ വികസിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയയിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിയാത്മകമായിട്ടും നടപ്പിലാക്കുന്ന ഈ ഓണനിലാവിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ശ്രീ ജസ്റ്റിൻ തോമസിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യാതിഥി ആയി എത്തിയിരിക്കുന്ന ശ്രീ സീതാറാം സാറിന്റെ പത്നി ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്, മിസ്സിസ് ദീപ സീതാറാമിനെയും ആൻഡ്രിയയുടെ ഓണനിലാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഓണനിലാവ് പ്രോഗ്രാം വീക്ഷിക്കുന്നതിനും ഇതിൽ പങ്കാളികളാകുന്നതിനും എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ എല്ലാ ആൻഡ്രിയ മെമ്പർമാർക്കും, എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും, ആൻഡ്രിയ സുഹൃത്തുക്കൾക്കും ആൻഡ്രിയ ഓണനിലാവിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ രൂപേഷ്. അധ്യക്ഷ പ്രസംഗത്തിനായി ആൻഡ്രിയയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോസഫ് മുന്നിലെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മാന്യ അതിഥികളെ, സദസ്സിൻ്റെ മുൻനിരയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ, ആൻഡ്രിയ കുടുംബാംഗങ്ങളെ, കൃത്യം 12:30 സമയത്ത് നമ്മളുടെ മുഖ്യ അതിഥി ശ്രീ TP സീതാറാം സാറിന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. 2006 ശ്രീ CK സൈമണിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ആൻഡ്രിയ ഇന്ന് 8 വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുന്ന ഈ ജൈത്രയാത്രയ്ക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്, ആൻഡ്രിയ കുടുംബാംഗങ്ങളാണ്. മറ്റ് സംഘടനകളിൽ നിന്നും ആൻഡ്രിയയെ വ്യത്യസ്തമാക്കുന്നത്, അങ്കമാലി NRI അസോസിയേഷനെ വ്യത്യസ്തമാക്കുന്നത്, ഓരോ പഞ്ചായത്തുകൾക്കും കൃത്യമായ കോർഡിനേറ്റർമാരെയും ജോയിന്റ് കോർഡിനേറ്റർമാരെയും വെച്ചുകൊണ്ട് ആ പഞ്ചായത്തിൽ നിന്ന് UAE സ്ഥിരതാമസമാക്കിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും കണ്ടെത്തി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കാണിക്കുന്ന ആർജവം അങ്കമാലി NRI അസോസിയേഷനെ മറ്റു സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുവെന്ന് പ്രിയ അതിഥികളുടെ സാന്നിധ്യത്തിൽ പറയുവാൻ എനിക്കേറെ അഭിമാനമുണ്ട്. അതോടൊപ്പം മുൻകാലങ്ങളിൽ ഭാരവാഹികളായിരുന്ന 7ഓളം വരുന്ന നോമിനേറ്റഡ് മെമ്പർമാരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അതത് കാലത്തെ ഭരണസമിതികൾ അങ്കമാലി പ്രദേശത്തുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ ക്ഷേമത്തിനു വേണ്ടിയും അതോടൊപ്പം വിവിധ സെല്ലുകളിലായി ഈ സംഘടനയുടെ പ്രവർത്തനത്തെ വ്യാപരിപ്പിക്കുന്നു. 12ഓളം വരുന്ന സെല്ലുകൾ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമ്പോൾ അതിൽ ചുരുക്കം ചില സെല്ലിൻ്റെ പ്രവർത്തനങ്ങളെ സ്മരിക്കുവാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്കമാലി NRI അസോസിയേഷൻ്റെ ആൻഡ്രിയ കെയർ ഈ പ്രവാസി നാട്ടിലല്ലാതെ നമ്മളുടെ സ്വന്തം മലയാള മണ്ണിൽ നമ്മളുടെ അങ്കമാലി പ്രദേശത്ത് കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇത്രമാത്രം പരിശ്രമിക്കുന്ന ഒരു സെല്ലാണ് ആൻഡ്രിയ കെയർ സെൽ. അതിൻ്റെ അമരക്കാരനായിട്ടുള്ള ആൻഡ്രു പൗലോസിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ വർഷത്തെ ഭരണസമിതി വന്നതിനു ശേഷം 4 മാസക്കാലത്തിനുള്ളിൽ തന്നെ ഏകദേശം 5.5 ലക്ഷം രൂപയോളം അങ്കമാലി പ്രദേശത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അങ്കമാലി NRI അസോസിയേഷന് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ അനുസ്മരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ആദരണീയനായ ഹിസ് എക്സലൻസി സീതാറാം സാർ ഇരിക്കുമ്പോൾ തന്നെ വളരെ ഭയത്തോടെയാണെങ്കിലും യാഥാർത്ഥ്യത്തെ ഒന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണ ബോധവാന്മാരാണ്. ഞങ്ങളെ പോറ്റി വളർത്തുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അതീതരാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പക്ഷേ സതുദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഈ UAE മണ്ണിൽ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒത്തൊരുമിക്കുവാൻ ഒരവസരം ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നുള്ള ഒരു വിനയപുരസ്സരമായിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടി എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ ആദരണീയനായ അംബാസഡറുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മളുടെ വിശിഷ്ടാതിഥികൾ മധു വാര്യർ, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം, ഈ ആൻഡ്രിയയുടെ ഓണനിലാവിൽ ഭാഗമാകാൻ കാണിച്ച നല്ല മനസ്സിനെ സ്നേഹാദരങ്ങളോടെ ഞാൻ സ്മരിക്കുന്നു. ശ്രീ ചെമ്പൻ വിനോദ്, അങ്കമാലിക്കാരുടെ സ്വന്തം വിനോദ്, ഈ സദസ്സിൽ അദ്ദേഹം ഗോവയിലെ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നാളെ അതിരാവിലെ തിരിച്ചു പോകുന്നു. ഈ തിരക്കേറിയ ജീവിതത്തിൽ താങ്കൾ ഇവിടെ വന്ന് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഞങ്ങൾ സ്നേഹാദരങ്ങളോടെ താങ്കളെ സ്മരിക്കുന്നു. ഈ ഗൾഫ് മോഡൽ സ്കൂളിൻ്റെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് നജീദ്, എത്രമാത്രം തിരക്കുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഞങ്ങൾക്കറിയാം. ഈ ഗൾഫ് മോഡൽ സ്കൂളിൻ്റെ
ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് 2 മിനിറ്റ് സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഏറ്റിരുന്ന അസൈൻമെൻറ്റുകൾ ഉണ്ടായിരുന്നിട്ട് അവരെ വിളിച്ച് പറഞ്ഞ് പ്രത്യേക അനുവാദം വാങ്ങി ഇവിടെ എത്തിയ ഒരു മാന്യ വ്യക്തിയാണ്. താങ്കളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം അവാർഡ് ജേതാക്കളായിട്ടുള്ള ആൻഡ്രിയ മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അവിടെ തന്നെയാണ്. തങ്ങളുടെ കൂടെയുള്ള നന്നായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്ക് മാന്യമായ ആദരവ് നൽകുവാൻ ആൻഡ്രിയ എന്നും കടപ്പെട്ടിട്ടുള്ളതാണ്. ആ കടപ്പാടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ അവാർഡ് ജേതാക്കളായിട്ടുള്ള എല്ലാ ആളുകളെയും ശ്രീ ഷൈൻ പോൾ, ശ്രീ അഷ്റഫ് താമരശ്ശേരി, ശ്രീ ഷൈജു ജോർ, ശ്രീ ഔസേപ്പച്ചൻ വർഗീസ് തെക്കേടത്ത് എന്നിവരെയും സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് ആൻഡ്രിയയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവ്വ പിന്തുണയും നൽകുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെ ആദരപൂർവ്വം സ്മരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഓണപ്പൊലിരി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ഐപ്പ് വള്ളിക്കാടൻ ഉൾപ്പെടെയുള്ള മുൻനിര മാധ്യമ സുഹൃത്തുക്കൾ നമ്മളുടെ മുൻനിരയിൽ തന്നെയുണ്ട്. അങ്കമാലിയിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം എത്തിയിരിക്കുന്ന എത്രയോ സ്പോൺസർമാർ ഇവിടെയുണ്ട്. ശ്രീ എം വി ചാക്കോ ജ്വല്ലറിയുടെയും ജീവധാര ഫൗണ്ടേഷൻസിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ സാജു, ശ്രീ തോമസ് പോൾ, ശ്രീ വിൻറ്റേജ് വില്ലയുടെ ആദരണീയരായ പ്രൊപ്പറേറ്റർമാർ എല്ലാവരെയും, അനവധി VIP-മാർ ഈ ചടങ്ങിലെത്തിയിട്ടുണ്ട്. ഏവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ആൻഡ്രിയയ്ക്ക് ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ മാർട്ടിൻ ജോസഫ്. പ്രൈമ ഓണനിലാവ് 2014 മുഖ്യ ഇനത്തിലേക്ക് കടക്കുന്നു. ഓണറബിൾ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു UAE ഹിസ് എക്സലൻസി ശ്രീ TP സീതാറാം അവർകളെ 2014 പ്രൈമ ഓണനിലാവ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായും തുടർന്ന് ഉദ്ഘാടന സന്ദേശത്തിനുമായും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അങ്കമാലി NRI അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ മാർട്ടിൻ ജോസഫ്, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അങ്കമാലി NRI അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിൽ അത്തം തൊട്ട് 10 ദിവസമാണ് ഓണം ആഘോഷിക്കുന്നതെന്നാണ് പറയുന്നത്. UAE-യിൽ വന്നപ്പോഴാണ് അത് അത്തം തൊട്ട് 10 മാസം എല്ലാ വെള്ളിയാഴ്ചയും ആണ് ഓണം ആഘോഷിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇവിടെ ഓണം സീസൺ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഓണസദ്യകൾ ഉണ്ട് കഴിഞ്ഞു. ജീവിതത്തിൽ എല്ലാം കൂടെ ഇതുവരെ ഇത്രയും ഓണസദ്യകൾ ഉണ്ടാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇത് പ്രവാസികളായ മലയാളികൾ ഇന്ത്യക്ക് വെളിയിൽ വന്ന് അധ്വാനിച്ച് ഒരു നല്ല നിലയിൽ കഴിയുന്നത് കൊണ്ടാണ് നമുക്കെല്ലാവരും ഇത്രയധികം ഓണ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടാകുന്നത്. എന്തായാലും നട്ടുച്ചയ്ക്ക് ഒരു നിലാവിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ അങ്കമാലി NRI അസോസിയേഷന് മാത്രമേ കഴിയുള്ളൂ, നമ്മുടെ മലയാള സിനിമ ഒഴിച്ചാൽ എന്നുകൂടി പറയാം.
പക്ഷേ ഇവിടെ എല്ലാവരും വളരെ സന്തോഷമായി പല സ്ഥലങ്ങളിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നും പലയിടത്തും ഇവിടെ വന്നു ഒത്തുകൂടി ഒരു കൂട്ടായ്മയായി ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തുകയും അതിൽ സിനിമാ താരങ്ങളും മറ്റ് ബിസിനസ് പ്രമുഖരും എല്ലാവരും ഒന്നു ചേർന്ന് ഇങ്ങനെ ഒരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഈ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോസഫ് പറഞ്ഞു, ഇവിടെ പല പ്രവാസി സംഘടനകളും ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഇങ്ങനെയുള്ള പല പരിപാടികളും ഓർഗനൈസ് ചെയ്താൽ പല റെസ്ട്രിക്ഷൻസിനും ഈ രാജ്യത്തുണ്ട്. നമുക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ എല്ലാ റൂളുകളും അവരുടെ പ്രൊസീജിയേഴ്സും എല്ലാം ഫോളോ ചെയ്യാനേ പറ്റുകയുള്ളൂ. എംബസിയുടെ സൈഡിൽ നിന്നും നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അഭ്യർത്ഥിച്ചിട്ട് അവരുടെ അഡ്വൈസ് അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സമ്മതിക്കുന്നുവോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ വേറെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെയുള്ള സിറ്റുവേഷൻ അനുസരിച്ചും അവരുടെ റൂൾസ് നമുക്ക് മാത്രം എതിരായിട്ടുള്ള ഒരു കാര്യമല്ല. മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ നമ്മളുടെ മാത്രം ഓർഗനൈസേഷൻസിനോ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം ഒരുപോലെ ബാധിക്കുന്ന ചില നിശ്ചയങ്ങളാണ്, ചില റൂൾസാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അടുത്ത് തന്നെ 1-2 ആഴ്ചയ്ക്കകം ഇന്ത്യയുടെ വിദേശമന്ത്രിയും മന്ത്രിയായ ശ്രീമതി സുഷമ സ്വരാജ് UAE വരുന്നുണ്ട്. ശ്രീമതി സുഷമ സ്വരാജ് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള റൂളേഴ്സിനെ കാണുന്നതാണ്. ആ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രീമതി സുഷമ സ്വരാജ് അവനോട് ബ്രീഫ് ചെയ്യുന്നതാണ്. മന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ റൂളേഴ്സുമായിട്ട് ചർച്ച ചെയ്യാൻ അടുത്ത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ എംബസിയുടെ സൈഡിൽ നിന്നും തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ എംബസിയും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, എംബസിയിൽ നിങ്ങൾക്ക് വരാനായി അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് ദിവസവും രാവിലെ 10 മുതൽ 12 മണിക്കകം ആർക്ക് വേണമെങ്കിലും എംബസിയിൽ വന്ന് ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യാം. അതിനുള്ള ഏതെങ്കിലും ഓഫീസേഴ്സ് നിങ്ങളെ ഡെഫിനറ്റായിട്ട് ഒരു അപ്പോയിൻമെൻറ്റും ഇല്ലാതെ തന്നെ മീറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ആവശ്യങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എംബസിയിൽ വരാം. അതുപോലെ കൂടുതൽ ട്രാൻസ്പെറൻ്റായി കാര്യങ്ങൾ നടത്താൻ ഉള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെയും വിളിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഒരു ഗൈഡ് ലൈൻ, ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എംബസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. അത് പല ഭാഷകളിലും, മലയാളത്തിലും മറ്റുള്ള ഭാഷകളിലും തർജ്ജമ ചെയ്ത് 10,000 കൂടുതൽ കോപ്പികൾ ഉണ്ടാക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പല മാധ്യമങ്ങളും അതിൻ്റെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാനായി ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എംബസിയുടെ ജോലി എങ്ങനെയെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എന്നെ ഈ ഫംഗ്ഷന് വേണ്ടി വിളിച്ചതിന് വളരെ നന്ദി. താമസിച്ച് വന്നതിന് അപ്പോളജൈസ് ചെയ്യുന്നു. ഇതിപ്പോൾ താമസിച്ച് വന്നിട്ട് എളുപ്പം തന്നെ അടുത്തൊരു ഫംഗ്ഷൻ കൂടെ പോകേണ്ടി വരുന്നതിന് അത് ഒന്നുകൂടി അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷേ UAE അംബാസഡറായിട്ട് വരുന്നതിൻ്റെ ഒരു കുഴപ്പം ഇതാണ്, ദിവസം 2-3 ഇടത്ത് ഉച്ചയ്ക്ക് ഊണും വൈകിട്ട് ആഹാരവും കഴിക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് നേരത്തെ വേറെ ഒരു ഫംഗ്ഷന് വേണ്ടി പോകേണ്ടത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അംബാസഡർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതുകൊണ്ട് നമ്മുടെ അവാർഡ് വിന്നേഴ്സായിട്ടുള്ള 4 അവാർഡ് ജേതാക്കൾക്കും അദ്ദേഹം മെമൻറ്റോ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ വളരെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുള്ള സ്പോൺസേഴ്സായിട്ടുള്ള 4 വ്യക്തികൾക്ക് മാത്രം അദ്ദേഹം ഈ വേദിയിൽ വെച്ച് മെമൻറ്റോ കൊടുക്കുന്നതായിരിക്കും.
അതിനുശേഷം ആദരപൂർവ്വം നമുക്ക് അംബാസഡർ യാത്രയാക്കാം. അങ്കമാലി NRA അസോസിയേഷൻ എല്ലാ വർഷവും വിവിധ രംഗങ്ങളിൽ തങ്ങളുടെ കഴിവും പ്രാവീണ്യവും തെളിയിച്ചിട്ടുള്ളവർക്ക് അവാർഡ് നൽകി ആദരിക്കാറുണ്ട്. ഈ വർഷം ആൻഡ്രിയ ഏർപ്പെടുത്തിയിരിക്കുന്ന എക്സലൻസി അവാർഡിന് അർഹരായ വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്കമാലി NRA അസോസിയേഷൻ്റെ 4 അവാർഡ് ജേതാക്കളെയും ഞാൻ ആദരപൂർവ്വം വേദിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് വിളിക്കുന്നു. ആദ്യം മാധ്യമ പ്രവർത്തനത്തിനുള്ള അവാർഡ് നേടിയ ശ്രീ ഷൈൻ പോളിനെ വേദിയുടെ മുൻനിരയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ അഷ്റഫ് താമരശ്ശേരി. 4 അവാർഡ് ജേതാക്കളും ശ്രീ ഔസേപ്പച്ചൻ വർഗീസ് തെക്കേടത്ത്, ശ്രീ ഷൈജു ജോർജ്. ഈ 4 മാന്യ വ്യക്തികൾക്കും ആദരണീയനായ ഇന്ത്യൻ അംബാസിഡർ മെമൻറ്റോ നൽകി ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളെല്ലാം നിറഞ്ഞ കയ്യടിയോടെ ഈ ഒരു അവാർഡ് സെറമണിയെ പ്രോത്സാഹിപ്പിക്കുക.